ചിക്കനാണ്. നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലിലും കൂടി ഒന്ന് ഞെക്കുക. അയ്യോ, നമുക്ക് സമയമില്ല, നമുക്ക് ആണെങ്കിൽ റെസിപ്പിയിലേക്ക് പോകാം. ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 കുടം വെളുത്തുള്ളി, 1 വലിയ കഷ്ണം ഇഞ്ചി, ചെറുനാരങ്ങ ഒരെണ്ണം. ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സിയിലേക്ക് എടുത്തിട്ടിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് പിന്നെ നാരങ്ങ നന്നായി പിഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് മിക്സിയിൽ ഒരു പേസ്റ്റ് പരുവത്തിൽ അടിച്ചെടുക്കുക. ഈ ചിക്കൻ്റെ വെള്ളം വറ്റി കഴിയുമ്പോൾ നമ്മൾ ഈ ചിക്കൻ്റെ എല്ലാ സ്ഥലവും ഒന്ന് വരഞ്ഞെടുക്കണം. വെച്ചത് എടുത്തിട്ട് നമ്മൾ ആ ചിക്കനിൽ നന്നായിട്ട് പുരട്ടണം. അത് കഴിഞ്ഞ് വരഞ്ഞു കൊടുത്ത എല്ലാ സ്ഥലത്തും നമ്മൾ അകത്തൊക്കെ പുരട്ടി കൊടുക്കണം. 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെക്കണം. നമ്മുടെ മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ പോകാം. നമ്മളൊരു കമ്പി എടുത്ത് നന്നായി അടിച്ചു വെക്കുക നമ്മുടെ ബക്കറ്റ് വെക്കുന്ന ഭാഗത്തിൽ. പിന്നെ നമ്മളാണെങ്കിൽ അതിനടിയിൽ നന്നായി കഴുകി ഫ്രഷ് ആയിട്ടുള്ള വാഴയില അടിയിൽ വെക്കുക. നമ്മൾ നമ്മുടെ ചിക്കനെ ആ കമ്പിയിലേക്ക് കുത്തിയിട്ട് നമ്മളൊരു നൂൽക്കമ്പി എടുത്ത് അതിൻ്റെ കാല് രണ്ടും നല്ല ടൈറ്റ് ആയിട്ട് കെട്ടി വെക്കുക. ബക്കറ്റ് കമത്തി വെച്ച് കഴിഞ്ഞ് ചൂട്ട് അതിൻ്റെ പൊക്കത്ത് ആ ബക്കറ്റിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് പിന്നെ 2-3 കമ്പ് കഷ്ണങ്ങളും വെച്ച് പിന്നെ നമ്മൾ 25 മിനിറ്റ് തീ കൊളുത്തണം. അത് കഴിഞ്ഞ് 10 മിനിറ്റ് അത് ആറാൻ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ റെഡി. നല്ല മണം വന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ല്